നമസ്കാരം, ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. സൂര്യൻ കർക്കടകം, ചിങ്ങം എന്നീ രാശികളിലൂടെയാണ് ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 16 വരെ സൂര്യൻ കർക്കടകത്തിലും ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 31 വരെ ചിങ്ങൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ കന്നി രാശിയിൽ, ബുധൻ ഓഗസ്റ്റ് 30 വരെ കർക്കടകൻ രാശിയിൽ, ശുക്രൻ ഓഗസ്റ്റ് 21 വരെ കർക്കടകത്തിലും ശേഷം ചിങ്ങൻ രാശിയിലുമായി സഞ്ചരിക്കുന്നു. ഗുരു മിഥുനൻ രാശിയിൽ, ശനി മീനൻ രാശിയിൽ, കേതു ചിങ്ങൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. കർക്കടകൻ, ചിങ്ങം, കന്നി എന്നീ 3 രാശികളുടെ ഫലമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ആദ്യമായി കർക്കടകൻ രാശി. പുണർതങ്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി. കർക്കടകൻ രാശിയുടെ 2ാം ഭാവാധിപനായ സൂര്യൻ ഓഗസ്റ്റ് മാസത്തിൽ കർക്കടകത്തിലും 2ാം ഭാവത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. സൂര്യനെ അനുകൂലമല്ലാത്ത 2 ഭാവങ്ങളിലും കൂടി സഞ്ചരിക്കുമ്പോൾ രോഗങ്ങളും ആരോഗ്യക്കുറവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രകൾ കൂടുതലായിരിക്കും. തൻ്റെ ഇടക്കുറവ് തോന്നും. ചിലവുകൾ വർദ്ധിക്കും. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. തലവേദന, നേത്രരോഗം എന്നിവ വരാൻ സാധ്യത കാണുന്നു. സൂര്യൻ 2ാം ഭാവത്തിൽ ഓഗസ്റ്റ് 16 ശേഷം സഞ്ചരിക്കുമ്പോൾ ആര് കടം ചോദിച്ചാലും കൊടുക്കാൻ പാടില്ല. അത് തിരികെ ലഭിക്കുകയില്ല. കള്ളന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്ന് സാരം. 10ാം ഭാവാധിപനായ ചൊവ്വ 3ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വ വളരെ നല്ല ഫലങ്ങളാണ് ഈ സമയത്ത് നൽകുന്നത്. തൊഴിൽ സ്ഥലത്തെ ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളാകും. അധികാരികളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് നല്ല സഹകരണം ഉണ്ടാകും. തൊഴിലിൽ നിന്ന് വൻപിച്ച വരുമാനം പ്രതീക്ഷിക്കാം. നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കും. അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും ലഭിക്കുന്ന സമയമാണ്. പൊതുവെ തൊഴിൽ രംഗം സന്തോഷപ്രദമായിരിക്കും. 7ാം ഭാവാധിപനായ ശനി 9ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബിസിനസ്സുകാർക്ക് തൊഴിൽ സംബന്ധമായി വിദേശത്ത് പോകാൻ കഴിയും. വിദേശ ബിസിനസ്സുകാർക്ക് സമയം വളരെ നല്ലതാണ്. വൻപിച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിത വരുമാനം പ്രതീക്ഷിക്കാം. ഏത് കാര്യങ്ങൾക്കും ഭാഗ്യം ഉണ്ട് എന്ന് സാരം. 9ലെ ശനി അംഗീകാരങ്ങളും പദവികളും നൽകുന്ന സമയമാണ്. 5ാം ഭാവാധിപനായ ചൊവ്വ 3ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. ഊർജ്ജസ്വലതയുണ്ടാകും. ആത്മവിശ്വാസം കൂടും. പഠനത്തിൽ ഉന്നതിയിലെത്താൻ കഴിയും. ഉപരിപഠനത്തിനുള്ള ആഗ്രഹം ഉടലെടുക്കും. ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും സമയം വളരെ നല്ലതാണ്. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കും. ജന്മരാശിയിൽ നിൽക്കുന്ന ബുധൻ വഴക്കുകളെ സൂചിപ്പിക്കുന്നു. അനാവശ്യ സംസാരം ഒഴിവാക്കണം. മോശമായ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കണം. അസമയത്തെ ആഹാരം കഴിക്കരുത്. അസുഖമുണ്ടാകാൻ സാധ്യതയുണ്ട്. 2ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ബലക്ഷയത്തെ സൂചിപ്പിക്കുന്നു. മനപ്രയാസങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. ധനനഷ്ടം, കാര്യങ്ങളിൽ പരാജയം എന്നിവയുണ്ടാകും. അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു സന്താന ദുഃഖത്തെയും രോഗത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ധനനാശം ഉണ്ടാകാതെ സൂക്ഷിക്കുക. 2025 മെയ് 14 വ്യാഴം നിങ്ങളുടെ വ്യയസ്ഥാനത്തിലേക്ക് രാശി മാറി. ആവശ്യമുള്ള ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. വീട് പണി, കുട്ടികളുടെ പഠനം, വിവാഹം എന്നിവയ്ക്കായിരിക്കും ചിലവുകൾ ഉണ്ടാകുന്നത്. കുട്ടികളുടെ വിദേശ പഠനത്തിന് പണം ചിലവാക്കേണ്ടി വരും. എന്നാൽ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ധനധാന്യ സമൃദ്ധിയും ശയന സുഖവുമാണ് നൽകുന്നത്. 12ലെ ശുക്രൻ ചിലവുകൾ ഉണ്ടാക്കും, എന്നാൽ വരവ് കൂടുകയും ചെയ്യും. ആർഭാടത്തിന് വേണ്ടിയായിരിക്കും 12ലെ ശുക്രൻ ചിലവുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓഗസ്റ്റ് മാസത്തിൽ ശുക്രൻ, കുജൻ, ശനി എന്നീ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലരാണ്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ നല്ല ഫലങ്ങൾ നൽകുന്നു. ബുധൻ, കുജൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾക്ക് പരിഹാരം കൂടി ചെയ്താൽ ഫലം ഇരട്ടിയാകും. അതിനുവേണ്ടി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക. ദോഷങ്ങൾക്ക് കാഠിന്യം കുറയും. അടുത്തതായി ചിങ്ങൻ രാശി.
മകം, പൂര, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയുടെ രാശ്യാധിപനായ സൂര്യൻ ഓഗസ്റ്റ് മാസത്തിൽ ചിങ്ങത്തിൻ്റെ 12-ാം ഭാവത്തിലും ജന്മഭാവത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 12-ാം ഭാവത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 16 വരെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകാം. ധനച്ചിലവുകൾ വർദ്ധിക്കും. കൂടെ സഹകരിക്കുന്നവരോട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ഥാനഭ്രംശവും പരദേശവാസവും പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ ജന്മഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ധാരാളം യാത്രകൾ ഉണ്ടാകാം. ശാരീരിക ക്ഷീണം വർദ്ധിക്കും. ധനച്ചിലവുകളും കൂടും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് നിമിത്തം മനക്ലേശത്തിന് സാധ്യത കാണുന്നു. ഉദരരോഗം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. ഹൃദ്രോഗമുള്ളവർ അസുഖം വന്നാൽ ഉടൻ തന്നെ ചികിത്സ തേടണം. 10-ാം ഭാവാധിപനായ ശുക്രൻ 11-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൊഴിലിൽ ഉയർച്ചയും പ്രതാപവും പ്രശസ്തിയും ഉണ്ടാകുന്നു. വരുമാനം വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകൾ ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. ധാരാളം പുതിയ വർക്കുകൾ കയ്യിൽ വരും. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. 7-ാം ഭാവാധിപനായ ശനി 8-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബിസിനസ്സുകാർക്ക് വരുമാനത്തിന് കുറവ് വരികയില്ല. പക്ഷേ കഠിനാധ്വാനം കൂടി ആവശ്യമായി വരും. പക്ഷേ 11-ൽ സഞ്ചരിക്കുന്ന ശുക്രനും വ്യാഴവും ശുഭഫലങ്ങളാണ് ബിസിനസ്സുകാർക്ക് നൽകുന്നത്. അത് നേട്ടങ്ങളുണ്ടാക്കാം. 5-ാം ഭാവാധിപനായ വ്യാഴം 11-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ സുവർണ കാലഘട്ടമെന്ന് വേണമെങ്കിൽ പറയാം. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കുട്ടികൾക്ക് കഴിവ് തെളിയിക്കാൻ പറ്റിയ സമയമാണ്. മത്സര പരീക്ഷകളിൽ വൻ വിജയം നേടും. ഉദ്യോഗാർത്ഥികൾക്ക് സമയം വളരെ മെച്ചമാണ്. കൂടാതെ 11-ലെ വ്യാഴം സന്താന ഗുണവും കാര്യങ്ങളിൽ വിജയവും സ്ഥാനമാന ലാഭങ്ങളും സന്തോഷവും നൽകുന്നു. ജന്മത്തിൽ നിൽക്കുന്ന കേതു ശരീരത്തിൽ മുറിവ്, ചതവ് എന്നിവ ഉണ്ടാക്കാതെ സൂക്ഷിക്കണം. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ധനനഷ്ടത്തെ കാണിക്കുന്നു. മറ്റുള്ളവരെ കടുത്ത വാക്കുകൾ കൊണ്ട് പ്രയാസപ്പെടുത്തരുത്. ഈ സമയത്ത് സർക്കാരിൽ നിന്നും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന സമയമല്ല. ലോണുകൾക്ക് അപേക്ഷിച്ചവർക്ക് പെട്ടെന്ന് കിട്ടുകയില്ല. 7-ലെ സർപ്പൻ അനാവശ്യ യാത്രകളും ചിലവുകളും സൂചിപ്പിക്കുന്നു. പങ്കാളിക്ക് ക്ലേശങ്ങൾ ഉണ്ടാകാം. വിദേശ യാത്രയ്ക്ക് അവസരമുണ്ടാകും. വിദേശ ജോലിക്ക് അനുമതി ലഭിക്കും. 2025 മാർച്ച് 29-ന് ശനി നിങ്ങളുടെ അഷ്ടമഭാവത്തിലേക്ക് രാശി മാറി. അഷ്ടമശനി സാധാരണമായി നൽകുന്ന പ്രയാസങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് അനുഭവത്തിൽ വരികയില്ല. കാരണം ശനി രാജയോഗപ്രദനായിട്ടാണ് അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നത്. 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ കാര്യപരാജയവും കലഹം, ധനനാശം, സുഖഹാനി എന്നിവയെ സൂചിപ്പിക്കുന്നു. കൂടുതൽ ഗ്രഹങ്ങളും ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് അനുകൂലരല്ല. പക്ഷേ 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴവും ശുക്രനും മാത്രം മതി നിങ്ങൾക്ക് മറ്റുള്ള ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ അകറ്റി ഓഗസ്റ്റ് മാസം ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞതാക്കാൻ. അങ്ങനെ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നിറഞ്ഞത് തന്നെയായിരിക്കും. സൂര്യൻ, ബുധൻ, ചൊവ്വ, ശിഖി, സർപ്പൻ എന്നീ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ അകറ്റാൻ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യും. കൂടാതെ ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം നടത്താൻ മറക്കരുത്. അടുത്തതായി കന്നിരാശി. ഉത്തിരമുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. കന്നിരാശിയുടെ വ്യയസ്ഥാനാധിപനായ സൂര്യൻ ഓഗസ്റ്റ് മാസത്തിൽ കന്നിരാശിയുടെ 11ഉം 12ഉം ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നു. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 11-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ അപ്രതീക്ഷിതമായ ധനലാഭവും സ്ഥാനമാനങ്ങളും നൽകുന്നു. ആരോഗ്യം മെച്ചമാകുന്നു. ഉത്സാഹം വർദ്ധിക്കുന്നു. വീട്ടിൽ മംഗളകർമ്മങ്ങൾക്ക് അവസരമുണ്ടാകുന്നു. ഗവൺമെൻറ്റിൽ ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അഭിമാനവും മനസ്സന്തോഷവും വർദ്ധിക്കുന്നു. എന്നാൽ 12-ാം ഭാവത്തിലേക്ക് മാസത്തിൻ്റെ 2-ാം പകുതിയിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ വർദ്ധിക്കും. സഹപ്രവർത്തകരോടും ബന്ധുക്കളോടും കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 10-ാം ഭാവാധിപനായ ബുധൻ 11-ാം ഭാവത്തിലാണ് ഓഗസ്റ്റ് 30 വരെ സ്ഥിതി ചെയ്യുന്നത്.
11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകും. കർമ്മരംഗം പുഷ്ടിപ്പെടും. തൊഴിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ അഭിവൃദ്ധിയിലേക്ക് പോകും. ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രശംസയും അംഗീകാരങ്ങളും കൂടാതെ ആരോഗ്യവർദ്ധനവും സുഖവും സന്തോഷവും ബുധൻ നൽകുന്നു. 7ാം ഭാവാധിപനായ വ്യാഴം 10ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10ലെ വ്യാഴം ഒരു മധ്യമ ഫലമായിരിക്കും ബിസിനസ്സുകാർക്ക് നൽകുക. ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ. പക്ഷേ 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ്റെ ആനുകൂല്യം കൊണ്ട് 10ലെ വ്യാഴത്തിൻ്റെ ദോഷം കൂടുതലായി ബിസിനസ്സുകാരെ ബാധിക്കുകയില്ല. 5ാം ഭാവാധിപനായ ശനി 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് 2025 മാർച്ച് 29 കണ്ടകശനി തുടങ്ങി. 7ലാണ് ശനി സ്ഥിതി ചെയ്യുന്നതെങ്കിലും 5ാം ഭാവാധിപൻ കേന്ദ്രഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വിദ്യാർത്ഥികളുടെ പഠനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. പക്ഷേ വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും സമയം മധ്യമമാണ്. ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ നിങ്ങൾക്ക് ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാക്കാം. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ്. 6ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. സർവ്വ ഐശ്വര്യങ്ങളും നൽകും. കുടുംബസുഖവും ധനാഭിവൃദ്ധിയും കൂടും. ശത്രുക്കളുടെ ശല്യം ഒഴിവാകും. മനസ്സുഖം വർദ്ധിക്കും. ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. സ്ത്രീ സുഖം ലഭിക്കും. എന്നാൽ 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ചിലവുകൾ ഉണ്ടാക്കും. 2025 മാർച്ച് 29 ശനി നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു. നിങ്ങൾക്ക് കണ്ടകശനി തുടങ്ങി. 7ൽ സഞ്ചരിക്കുന്ന ശനി ദൂരദേശവാസം ഉണ്ടാക്കാം. യാത്രകൾ കൂടുതലുണ്ടാകും. ചിലവുകൾ വർദ്ധിക്കും. പത്നിയുമായി രമ്യതയിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഗസ്റ്റ് 21 വരെ 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ നല്ല ഫലങ്ങൾ നൽകുന്നില്ല. ഈ സമയത്ത് സ്ത്രീകളുമായി കലഹമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആത്മധൈര്യം കൈവിടരുത്. എന്നാൽ ഓഗസ്റ്റ് 21 ശേഷം 11ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ശുക്രൻ ശ്രേഷ്ഠമായ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ധനവും പ്രതാപവും, ഏത് കാര്യങ്ങൾക്ക് വിജയവും ആർഭാട ജീവിതവും നൽകുന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസത്തിൽ ബുധൻ, സർപ്പൻ, ആദ്യ പകുതിയിൽ സൂര്യൻ, 2ാം പകുതിയിൽ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു. മറ്റുള്ള ഗ്രഹങ്ങളുടെ ദോഷത്തിന് പരിഹാരം കാണണം. ശനി, വ്യാഴം എന്നീ പ്രമുഖ ഗ്രഹങ്ങൾക്ക് പരിഹാരം തീർച്ചയായും ചെയ്യണം. ശനി ദോഷത്തിന് ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും, വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച തോറും മഹാവിഷ്ണുവിന് പാൽപ്പായസവും നടത്തുക. കൂടാതെ നവഗ്രഹ ക്ഷേത്ര ദർശനവും കൂടി നടത്തുക. എല്ലാ ദോഷങ്ങളും അകന്നുപോകും. എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.